ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വെങ്ങാനൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇന്നലെ വളരെ സംഘർഷാവസ്ഥ, എല്ലാവർക്കും പ്രവേശനോത്സവം സംഭവമൊക്കെ ആണല്ലോ, ഇവിടെ വളരെ സംഘർഷാവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു സംഘർഷം നടന്ന ഒരു സ്കൂളാണ്. ഇപ്പോൾ ഇന്ന് പോലീസ് സെക്യൂരിറ്റിയോടൊക്കെ എന്തൊരു മോശമാണ്, പോലീസിൻ്റെ സെക്യൂരിറ്റിയോടൊക്കെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാമെന്നൊക്കെ പറയുന്നത്. കാരണം പോലീസുകാർ കയറി അവിടെ വേറൊന്നും ചെയ്യുന്നില്ല, അവരുടെ സമയം മെനക്കെടുത്തി ഇവിടെ ഡ്യൂട്ടിക്കൊക്കെ ഇട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികൾ ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിൽ കയറുമ്പോഴത്തേനും തന്നെ ഇവർ രാഷ്ട്രീയപരമായിട്ട് കൊടികൾ കൊണ്ടുവന്നാലും അങ്ങനെ എന്തായാലും ഇത് വളരെ മോശമായിപ്പോയി. ആ സ്കൂൾ കുട്ടികൾ പഠിക്കട്ടെ, അവർ പഠിച്ച് അവർക്ക് പക്വത എത്തുമ്പോൾ ഏത് പാർട്ടിയിലാണ് പോകേണ്ടത് അവർ പൊയ്ക്കോട്ടെ. ഈ കൊടി വെച്ചതിൻ്റെ പേരിൽ ഇന്നലെ ഉണ്ടാകാൻ പ്രശ്നങ്ങളൊന്നുമില്ല, അത്രയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കുട്ടികളുടെയൊക്കെ മനസ്സ് വളരെ വേദനിച്ച് കാണും. കുറേ സംഘർഷാവസ്ഥയൊക്കെ ഒരു സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേനും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകും. കാരണം ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ സ്കൂളിലൊക്കെ അയക്കുന്നത്. ഏത് സ്കൂളിലാണെങ്കിലും ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ബുദ്ധിമുട്ടും പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ അയക്കും വേറൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഓരോരുത്തരുടെയും മക്കൾ ഈ സ്കൂളിൽ പഠിക്കുന്നില്ല. അവരുടെയൊക്കെ കുട്ടികളെ നല്ല സെക്യൂരിറ്റിയോട് മറ്റുള്ള സ്കൂളുകളിൽ ചേർക്കുകയും ബലിയാടാകാൻ വേണ്ടി മാത്രമാണ് പാവം പിടിച്ച കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർ ഇതുപോലുള്ള സംഘടനകളിലൊക്കെ ചേർക്കുന്നത്. ഇതുപോലുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് മോശമാണ്. 18 വയസ്സ് കഴിഞ്ഞ ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ. ഈ കുട്ടികളെയൊക്കെ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്ന ഘട്ടങ്ങളിലും കടം വാങ്ങിച്ചാലും കുട്ടികളെ മറ്റുള്ള കുട്ടികളോടൊപ്പം ക്ലാസ്സിലേക്ക് അയക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. പുതിയ തലമുറ നമുക്ക് വേണം, നല്ല രീതിക്കുള്ള പുതിയ തലമുറ വേണം. ഇന്ന് വരെ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അതെ, ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റും. ഈ നാട്ടിൻപുറത്ത് വളരെ സമാധാനപരമായിട്ട് പോകുന്ന സ്കൂളായിരുന്നു. അപ്പോൾ നാട്ടുകാരുടെ എല്ലാ അഭിപ്രായവും അതാണ്. ഇവിടെ ഈ രാഷ്ട്രീയം കൊണ്ടൊന്ന് അടിയും പിടിയും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല, ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂർ സ്കൂളിൻ്റെ പരിസരത്താണ്. അപ്പോൾ അവിടെയാണ് ഇന്നലെ സംഘർഷാവസ്ഥയൊക്കെ നിലനിന്നത്. അപ്പോൾ ഈ സ്കൂളിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതോടെ നാട്ടുകാർക്കൊക്കെ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാട്ടാ ഈ സ്കൂളിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. പിള്ളേർ പഠിക്കാൻ വരുന്നതാണ്, നമ്മളെ മക്കളും പഠിക്കാനാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സമയമാണ് ഈ +2 വരെ. അതെ, അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അവർക്ക് വോട്ടവകാശം പോലും 18 വയസ്സാണ്. അതാണ്. അപ്പൊ അതിനുശേഷം പോരെ അത് മതി. പക്ഷേ ഈ സ്കൂളിൽ ഇവര് PTA പ്രസിഡന്റൊക്കെ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അതെ, അവര് രാഷ്ട്രീയപരമായിട്ട് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് അവരതിന്റെ പാർട്ടി വെളിയിൽ സ്കൂളിൽ പിള്ളേരെ പെടുത്തണം, അത് മാത്രം പോലെ. കാരണം ഈ പറയുന്ന ഒരു ബുക്ക് വായിക്കാനോ ഒരു പുസ്തകം വായിക്കാനോ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളുടെ കുട്ടിയെ സഹായിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ പാടുപെട്ട് ചെയ്യുന്ന ജോലി ചെയ്താണ് നിങ്ങളത്. നമ്മളെ ഒരു അഡ്മിഷന്റെ ആവശ്യത്തിന് എന്തെങ്കിലും പോകുമ്പോൾ രാഷ്ട്രീയക്കാരുടെ സമീപിച്ചാൽ തന്നെ അവരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അവര് നേരത്തെ കൊറോണ സമയത്ത് എന്റെ കൊച്ചി സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ഒരു PTA പ്രസിഡന്റ് ടീച്ചർ പറഞ്ഞ് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരു ഫോൺ സെറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാം. എന്റെ ഒരു ഫോൺ ഇല്ലായിരുന്നു. അപ്പോൾ ഈ PTA പ്രസിഡന്റ് പറഞ്ഞ് കോടീശ്വരനാണ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന്. അപ്പൊ അങ്ങനെ പറയേണ്ട എന്താണ്? അതാണ് ഇവിടുത്തെ PTA പ്രസിഡന്റ്. മനസ്സിലായില്ലേ? അതിന്റെ വല്ല ആവശ്യമുണ്ട്? ടീച്ചറിന്റെ അവസ്ഥ അറിയാന്നുള്ള ടീച്ചർ അങ്ങനെ പറഞ്ഞു. ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ആരുടെയും മക്കളെ കൂടുതലായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. അവര് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായി? പിന്നെ ഇംഗ്ലീഷ് മീഡിയവും പിന്നെ ആ വിഷയമാണ് അവർ പഠിപ്പിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങൾ, കാരണം ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇതിൽ ഇടപെടുന്നത്, രാഷ്ട്രീയം പഠിക്കാതെയും വരും, എവിടെയെങ്കിലും അടിയും പിടിയും കേസും ഒക്കെ ഉണ്ടാക്കി 3-4 കേസാക്കിയിട്ട് അതിൽ മിടുക്കന്മാരായിട്ടുള്ളവർ 1-2 പേര് പാർട്ടി പ്രവർത്തകരായിട്ടോ അല്ലെ മുൻ ഘടകത്തിൽ നിൽക്കാനോ പോകും. ബാക്കിയുള്ളവരെല്ലാം ബലിയാടായി വല്ല അടിയും പിടിയും കൂലിത്തല്ലുമായിട്ടൊക്കെ നടക്കും. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവരൊന്നും ഇല്ലെങ്കിൽ പാർട്ടി വളരുമില്ലല്ലോ. അങ്ങനെ ഒരു രീതിയാണ്. എല്ലാ പാർട്ടിക്കാരും അതൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ഒരു 18 വയസ്സായതിനു ശേഷം അല്ലേ, അവർക്ക് ഇഷ്ടമുണ്ട്, അവർ അത് പാർട്ടി പോകണം, അപ്പോഴവരങ്ങ് പോയിക്കോട്ടെ. അത് തന്നെ, അതാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടൊക്കെ അല്ലേ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ പഠിച്ച്, അത് കഴിഞ്ഞ് എൻ്റെ മോള് പഠിച്ച്, അത് കഴിഞ്ഞ് എൻ്റെ മോള് 10ൽ പഠിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് പേട്ട വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്ന് ഒരുപാട് കൊടികൾ പാർട്ടിക്കാർ കൊണ്ട് കുത്തിയിരിക്കുന്നതാണ്. ഞാനൊരു പാർട്ടിയിലും ഇല്ല, എന്നാലും നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ, ഒരു 17 വയസ്സ് പോലും ആകാത്ത കുട്ടികളെ ഈ രാഷ്ട്രീയത്തിലോട്ട് വലിച്ചഴച്ചിട്ട് എന്തിനാണ്? കുറേ എണ്ണത്തിനെ ബലി കൊടുക്കാനും അതുപോലെ തന്നെ കുറേ ഇതിനകത്ത് ചതിയന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. അവന്മാർ ഈ കുത്തിത്തിരിപ്പ് ഇതൊക്കെ അറിയാവുന്നവരൊക്കെ ആയിട്ട് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും. അല്ലാത്ത കുറേ എണ്ണം ഭാവി ഇല്ലാതാകും. അപ്പോൾ ഇതിനോട് എനിക്ക് യോജിപ്പില്ല, കാരണം പൂർണ്ണമായിട്ട് യോജിപ്പില്ല. കുട്ടികളെ ഒരു 18 വയസ്സ് വോട്ടവകാശം കിട്ടിയതിന് ശേഷം കുട്ടികൾക്ക്
രാഷ്ട്രീയത്തിലോട്ട് പോയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഈ പഠിക്കേണ്ട സമയം ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസം, രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതിനകത്ത് അടിയും പിടിയും പോലീസ് കേസുകളും ഉണ്ടാകും, ഒരാളുടെ വ്യക്തിത്വം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സംഘടനയ്ക്ക് ഒരു പാർട്ടിയുടെ ഒരു സംഘടനയിലും പ്രവർത്തിക്കാതിരിക്കുക ഒരു 18 വയസ്സ് വരെ. 18 വയസ്സ് കഴിഞ്ഞ് അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പാർട്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഇതിലോട്ട് പ്രവർത്തിക്കാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്കും ഒരു മോൻ വളർന്നു വരുന്നുണ്ട്. നാളെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഇതാണല്ലോ അവസ്ഥ. പഠിത്തമല്ല അവിടെ പ്രധാനമെന്ന് പറയുന്നത്. അവിടെ സ്റ്റഫും അതുപോലുള്ള സംഭവങ്ങളും ഒക്കെ ഇട്ട് പിള്ളേരെ ക്യാൻവാസ് ചെയ്യാൻ ഈ പാർട്ടി വെളിയിൽ പോവുക, സമരം നടത്തുക, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു തരുമ്പോൾ അവർ അത് മിസ്യൂസ് ചെയ്യും. എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള ഈ കൊടിതോരണങ്ങൾ വെച്ച് ഈ സ്കൂളിനെ ഈ പാർട്ടി രാഷ്ട്രീയപരമായിട്ട് ഒരു പാർട്ടികളെയും കൊടി വയ്ക്കാൻ അനുവദിക്കരുത്. പാൻ പരാഗ് അതുപോലെ സിഗരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വിൽക്കാൻ 100 മീറ്റർ ഏരിയയിൽ പാടില്ല. അത് കഴിഞ്ഞാൽ ഒരു സ്കൂൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്മളെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ വെച്ചിരിക്കുന്നത് തന്നെയല്ല, അല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അജണ്ട നടത്തണം. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ +2 വരെയുള്ള കുട്ടികളുടെ ആ സ്കൂളുകളിലൊക്കെ ഈ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഈ ഒരു 12ാം ക്ലാസ് വരെയൊക്കെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. അപ്പൊ ആ ഒരു സമയം നഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഈ പഠിക്കുന്ന ടൈമിൽ ഈ രാഷ്ട്രീയത്തിന്റെ ഇതൊന്നും വേണ്ട. അല്ലാതെ ഇപ്പോൾ തന്നെ എന്തെല്ലാം ഓരോ ഇതാണ് കേൾക്കുന്നത്, മറ്റേ മയക്കിൻ്റെതും അതും ഇതുമായിട്ട് നമ്മൾ എല്ലാം കൊണ്ട് മൊത്തത്തിൽ ഇതായിട്ടിരിക്കും.